ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ക്രിസ്പി നെയ്യപ്പമാണ് കേട്ടോ. വളരെ മുരിഞ്ഞ ഒരു നെയ്യപ്പമാണ്. അതിന് വേണ്ടി ഒരു മീഡിയം ഗ്ലാസ് ഒരു ഗ്ലാസ് അരി വെള്ളത്തിലിട്ടു ഒരു 5 മണിക്കൂറോളം കുതിരാൻ വെച്ചു. അതിന് ശേഷം ഇതാ മിക്സിയുടെ ജാറിൽ നമുക്ക് ഇവനൊന്ന് അരച്ചെടുക്കാം. ഈ ഒരു ഗ്ലാസ് അരിയാണ് ഞാൻ എടുത്തത്. അതിലോട്ട് 2 മണി ഏലക്കായ, കുറച്ച് നല്ല ജീരകം, ഇനി ശർക്കര പാനി അതിലോട്ട് ഒഴിക്കാം. ശർക്കര പാനിയാക്കി അരിച്ചു വെച്ചതാണത്, അത് അതിലോട്ട് ഒഴിക്കാം. ഇനി 2 ചെറുപഴം നമുക്ക് അതിലോട്ട് ഇട്ട് കൊടുത്ത് അതും കൂടി ഒരുമിച്ച് അരച്ചെടുക്കണം. നല്ലപോലെ അരഞ്ഞു വന്നിട്ടുണ്ട്. അരഞ്ഞു വന്നോ എന്ന് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മൾ സ്പൂണിലെടുത്ത് കൈ കൊണ്ടൊന്ന് തൊട്ട് നോക്കണം. അതിലോട്ട് 2 ടീസ്പൂൺ മൈദപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് മിക്സിയുടെ ജാറിൽ നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണം. മിക്സിയിൽ അടിച്ചെടുക്കുമ്പോൾ തരി കട്ടയില്ലാണ്ട് കിട്ടാൻ വേണ്ടിയാണ് മിക്സിയുടെ ജാറിൽ അരച്ചെടുക്കുന്നത്. നല്ലപോലെ അരഞ്ഞെടുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇവനെ നമുക്കൊരു ബൗളിലോട്ട് ഒഴിക്കാം. ബൗളിലോട്ട് കുറച്ച് തിക്നെസ് വേണം നെയ്യപ്പം ചുട്ടെടുക്കാൻ. ഞാൻ അതിലോട്ട് കുറച്ച് നുള്ള് അപ്പസോഡ അതിലോട്ട് ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കണം നല്ലപോലെ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നെയ്യിൽ തേങ്ങ കൊത്ത് വറുത്തെടുക്കണം. ആ തേങ്ങ കൊത്ത് ഇനിയിപ്പോൾ അതിലോട്ട് വറുത്തെടുക്കുകയാണ്. നല്ലപോലെ മുരിഞ്ഞ് വന്ന് ചെറുതായി ചൂടാറി കഴിഞ്ഞാൽ അതിലോട്ട് കുറച്ച് എള്ളിട്ട് കൊടുക്കുക. എള്ളിട്ട് കൊടുത്ത് ഇത് മുഴുവനും നമുക്ക് ആ പ്രസ്തേം വെച്ചതിലേക്ക് ചെരിഞ്ഞ് കൊടുക്കണം. ആ മാവിലോട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നു. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അടുപ്പത്ത് ചട്ടി ചൂടാക്കാൻ വെച്ചു. നല്ലപോലെ വെളിച്ചെണ്ണ ചൂടായി വന്ന മുകളിൽ ആ വെള്ള കളർ വരുന്ന പദം മുഴുവൻ മാറിക്കഴിഞ്ഞാൽ വെളിച്ചെണ്ണ ചൂടായി എന്നാണ് അർത്ഥം. അതിലോട്ട് നമ്മൾ മാവ് കോരി ഒഴിക്കാം. മാവ് കോരി ഒഴിച്ച് ചുട്ടെടുത്ത നെയ്യപ്പമാണിത്. എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യണേ. നല്ല ക്രിസ്പി നെയ്യപ്പമാണ്, നല്ല സോഫ്റ്റും ഉണ്ട്.